വെള്ളാപ്പള്ളി നടേശൻ തന്റെ ഔദ്യോഗിക കാറിൽ യാത്ര ചെയ്തതിനെ ന്യായീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വഴിയിൽ നടന്നു പോകുന്നത് കണ്ടപ്പോൾ കാറിൽ കയറ്റിയതാണെന്നും അതിലൊരു തെറ്റുമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംഭവം വലിയൊരു അപരാധമായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേൾക്കാം. വെള്ളാപ്പള്ളി കാറിൽ കയറി എന്ന് പറയുന്നത് എന്തോ ഒരു മഹാ അപരാധം നടന്നൊരു മട്ടിൽ ചിലർ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പരിപാടിയിലേക്ക് പോകാൻ ഞാൻ കാറ് കയറുമ്പോൾ അദ്ദേഹവും എന്നോടൊപ്പം കാറിൽ കയറി എന്നുള്ളതാണ് വസ്തുത. ആ ദൂരത്തേക്ക് അദ്ദേഹം നടന്നു പോകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ആ കാറിൽ കയറട്ടെ എന്ന നിലപാട് ഞാനും സ്വീകരിച്ചിട്ടുണ്ടാവും. അതിലെന്താ ഒരു തെറ്റ്? സാധാരണഗതിയിൽ ഒരു തരത്തിലും തൊട്ടുകൂടാൻ പറ്റാത്ത ഒരാളാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ എന്ന് പറയാൻ പറ്റും. അത് ഏതൊരാളായാലും നമ്മൾ ചെയ്യുന്ന കാര്യമല്ലേ. ഒരേ പ്രായക്കാര്, ഒന്നേക്കാളും കുറച്ച് പ്രായമുള്ള ആൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അത്തരം ആളുകളെ ആദരിക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ല. അതിലേതെങ്കിലും ഒരു അപാകത ഞാൻ കാണുന്നില്ല. പക്ഷേ വലിയ തോതിൽ തെറ്റായി അതിനെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണം കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. പ്രതികൾക്ക് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് എങ്ങനെ അനുമതി ലഭിച്ചെന്ന് പിണറായി വിജയൻ ചോദിച്ചു. എന്നാൽ പത്മകുമാറിനെതിരായ നടപടിയെടുക്കുന്നതിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ഇപ്പൊ സ്വർണ്ണക്കള്ള കേസില് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ, ഇവര് രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. പത്തനംതിട്ട MP ആന്റോ ആന്റണി, പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ MP-യുമായ അടൂർ പ്രകാശ്, അവര് സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട്. രാജ്യത്തെ മുൻനിര കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അപ്പോയിന്റ്മെന്റ് ലഭിക്കല് എളുപ്പമല്ല. സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് ലഭിക്കല്, സോണിയാഗാന്ധിയുമായുള്ള അപ്പോയിന്റ്മെന്റ് എങ്ങനെ സ്വർണ്ണക്കേസിലെ പ്രതികൾക്ക് ലഭിച്ചു? ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? TV പ്രസാദുണ്ട്. TV പ്രസാദ്, ഗുഡ് ഈവനിംഗ്. TV പ്രസാദ്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയാൻ ശ്രമിച്ചു. അതിൽ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ അദ്ദേഹം മറ്റൊരു നിലപാട് സ്വീകരിച്ചു. സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ കോൺഗ്രസിനെതിരെ അത് തിരിച്ചിട്ട് പ്രത്യാക്രമണത്തിന് മുതിരുകയാണോ ഇടതുപക്ഷം? അരുൺ, വെള്ളാപ്പള്ളി നടേശനെ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ പിണറായി വിജയൻ കൊണ്ടുപോയതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത് എന്നാണ് പല ഘടകകക്ഷികളുടെയും അഭിപ്രായം. CPIM-ൽ തന്നെ അങ്ങനൊരു അഭിപ്രായം ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുകയാണ് പിണറായി വിജയൻ എന്നതാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം വിഭാഗത്തിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഒന്നും പറഞ്ഞില്ലെന്നും മുസ്ലിം ലീഗിനെതിരെയായിരുന്നു വിമർശനവും എന്നും പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശനെതിരായ വിമർശനങ്ങളെ പോലും അവഗണിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും തിരിച്ചടിച്ചില്ല എന്നാണ് പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ള പരിശോധന CPIM-ന്റെ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് ഇഴകീറി പരിശോധിക്കുന്ന സമയത്താണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കൊണ്ടുപോയതും വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നതും ഒരു തരത്തിലും തിരിച്ചടിയായില്ല എന്നൊരു നിഗമനത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുന്നത്. അരുൺ.